നമസ്കാരം, ET വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. അവധി ദിനങ്ങൾ കാരണം വ്യാപാര ദിനങ്ങൾ കുറവായിരുന്നിട്ടും ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലുമുള്ള സമ്മിശ്രമായ മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഇറാൻ ചർച്ചകളിലെ അനിശ്ചിതത്വം, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവ്, വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ പിന്മാറ്റം, രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിലേക്ക് താഴ്ന്നത് എന്നിവ വിപണിയിൽ ആശങ്കയുണ്ടാക്കിയെങ്കിലും സൂചികകൾ പിടിച്ചു നിന്നു. ഈ ആഴ്ച സെൻസെക്സ് 249 പോയിന്റ് ഉയർന്ന് 76,913ലും നിഫ്റ്റി 99 പോയിന്റ് ഉയർന്ന് 23,997 എന്ന നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. വാരാന്ത്യത്തിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ഏപ്രിൽ മാസത്തിൽ ഇരു സൂചികളും ഏകദേശം 7% വീതം വളർച്ച നേടി മികച്ച പ്രതിമാസ പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം വരുന്ന ആഴ്ചയിൽ വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം തുടരാനും വാർത്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാനുമാണ് സാധ്യത. US ഇറാൻ ബന്ധത്തിലെ പുതിയ നീക്കങ്ങൾ, പ്രത്യേകിച്ച് വെടിനിർത്തൽ തുടരുമോ എന്നത്, വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകളിലെ പുരോഗതി, ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നിവയിലായിരിക്കും വിപണിയുടെ പ്രധാന ശ്രദ്ധ. ഇറാന്റെ നിർദ്ദേശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ഒരു കരാറിന്റെ കാര്യത്തിൽ ഉറപ്പില്ല എന്ന് പ്രസ്താവിച്ചത് നിലവിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $100 മുതൽ $110 നിലവാരത്തിൽ തുടരുന്നത് വിപണിയെ സംബന്ധിച്ച് നിർണായകമാണ്. സംഘർഷങ്ങൾ വർദ്ധിക്കുകയോ അനിശ്ചിതത്വം നീളുകയോ ചെയ്താൽ അത് വിപണിക്ക് തിരിച്ചടിയായേക്കാം. എന്നാൽ നയതന്ത്ര ചർച്ചകളിലെ പുരോഗതിയോ എണ്ണവിലയിലെ കുറവോ വിപണിയിൽ ഒരു തിരിച്ചുവരവിന് അഥവാ റിലീഫ് റാലിക്ക് വഴിയൊരുക്കാം. ഇവ കൂടാതെ ആഗോള സൂചനകൾ, രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങൾ എന്നിവയും വിപണിയുടെ ദിശ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് NTPC ആണ്. സംസ്ഥാന വൈദ്യുതി ബോർഡുകൾക്ക് വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിലും വിൽക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹസാരിബാഗിലെ NTPCയുടെ പക്രി ബർവാഹിദ് കൽക്കരി ഖനന പദ്ധതി പ്രവർത്തനം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ 100 മില്യൺ ടൺ കൽക്കരി ഉൽപ്പാദനമെന്ന വലിയ നാഴികക്കല്ല് പിന്നിട്ടു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 2017 പ്രവർത്തനം ആരംഭിച്ച ഈ ഖനിയിൽ ആദ്യത്തെ 50 മില്യൺ ടൺ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 6 വർഷത്തോളം സമയമെടുത്തപ്പോൾ അടുത്ത 50 മില്യൺ ടൺ വെറും 617 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കിയെന്നത് പ്രവർത്തനക്ഷമതയിലെ വലിയ കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കൽക്കരി നീക്കം ചെയ്യുന്നതിനായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെയർ ബെൽറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2030 പ്രതിവർഷം 100 മില്യൺ ടൺ ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന NTPCയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പക്രി ബർവാഹിദ് ഖനി ഇപ്പോൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഏകദേശം 3,87,042 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ ലാർജ് ക്യാപ് കമ്പനി സാമ്പത്തികമായി മികച്ച നിലവാരമാണ് പുലർത്തുന്നത്. നിലവിൽ 399 രൂപ വിലയുള്ള ഈ ഓഹരിയുടെ PE റേഷ്യോ 16 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ കുറവായതിനാൽ ഇത് നിക്ഷേപകർക്ക് ആകർഷകമായ വിലയിൽ ലഭ്യമാണ്. 198 രൂപ ബുക്ക് വാല്യൂ ഉള്ള കമ്പനി 2.09% ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ യഥാക്രമം 11.4%, 17.3% വീതം വിൽപ്പന ലാഭ വളർച്ചകൾ കൈവരിച്ച കമ്പനിക്ക് 10.8% ROCയും 13.1% ROയുമാണുള്ളത്. 51.1% ഓഹരികൾ പ്രൊമോട്ടർമാരുടെ കൈവശം സുരക്ഷിതമാണെന്ന് സൂചിപ്പിക്കുന്നു. എടുത്ത വായ്പകളുടെ പലിശ തിരിച്ചടയ്ക്കാൻ 3.46 എന്ന മികച്ച ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സഹായിക്കുന്നുണ്ടെങ്കിലും 1.33 എന്ന ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം കടബാധ്യത നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും മികച്ച വളർച്ചാ നിരക്കും കുറഞ്ഞ PE റേഷ്യോയും ഈ ഓഹരിയെ വിപണിയിൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. എന്നാൽ ഓഹരി അതിന്റെ യഥാർത്ഥ ആസ്തി മൂല്യത്തിന്റെ ഏകദേശം 2 ഇരട്ടി വിലയിലാണ് വിപണിയിൽ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ PE റേഷ്യോ 3-ൽ താഴെ നിൽക്കുന്നത് നിക്ഷേപകർക്ക് അനുകൂലമായ ഘടകമായി കണക്കാക്കാറുണ്ട്. ഓഹരിയുടെ ടെക്നിക്കൽസ് ഇനി ശിവദേവ് വ്യക്തമാക്കുന്നു. നമസ്കാരം. നമ്മളിവിടെ NTPC ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു സ്റ്റോക്ക് ആദ്യം നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇവിടേക്ക് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ കിടന്ന സ്റ്റോക്കാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ഫെബ്രുവരി മുതൽ തുടർച്ചയായിട്ട് ഒരു ഹൈ ഫോർമേഷനൊക്കെ ഉണ്ട് എങ്കിൽ പോലും പിന്നെ താഴേക്കൊക്കെ വന്നൊരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ, കുറച്ച് വലിയൊരു റേഞ്ചിൽ കിടന്നൊരു സ്റ്റോക്കാണിത്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഏപ്രിൽ 2-ാം തീയതി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോവർ റിജക്ഷൻ കാണാം. ഒരു ഓൾമോസ്റ്റ് ഡോജി ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തത്. പക്ഷേ പിന്നീട് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയതായിട്ട് കാണാം. അതിനിടെ മാർക്കറ്റിലൊക്കെ വീക്ക്നെസ് വന്നെങ്കിലും അവിടെയൊക്കെ ഡോജി ക്യാൻഡിൽസ് ആണ്. വലിയൊരു ഇടിവിലേക്കൊന്നും സ്റ്റോക്ക് പോയില്ല. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റാണ് ഏപ്രിലിൽ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡെയിലി ടൈം ഫ്രെയിമാണ്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഏപ്രിൽ 29-ാം തീയതി
സ്റ്റോക്ക് താഴേക്ക് അവിടെ ഒരു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. പക്ഷേ തൊട്ടടുത്ത ദിവസവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ ഉണ്ടായി. അത് ഡിമാൻഡിൻ്റെ സൂചനയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഫിബ് ലെവൽസാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഫിബ് ലെവൽസിനെ ഈ ഒരു സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഫിബിൻ്റെ അപ്പർ ബാൻഡിൽ നിന്നാണ് സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്, ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത 0.236 എന്നുള്ളൊരു ബുള്ളിഷ് സോണാണ്. അവിടെ നിന്നാണ് സ്റ്റോക്കിൽ ലോവർ റിജക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പും ആ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളതെന്ന് കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു 391 രൂപ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഫിബ് ലെവലിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത 414-415 രൂപ റേഞ്ചിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതേ ഒരു സ്റ്റോക്കിൽ നമുക്ക് EMA 20 ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ ഒരു ബ്ലൂ ലൈനാണ് EMA 20 എന്നുള്ളത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം EMA 20 വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴൊക്കെ EMA 20ലേക്ക് വരുന്നു അപ്പോഴൊക്കെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയതായിട്ട് കാണാം. പക്ഷേ ഇവിടെയൊക്കെ ഒരു EMA 20 ബ്രേക്ക് ചെയ്തു, പക്ഷേ വൈകാതെ തന്നെ തിരിച്ചു കയറി. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഏപ്രിൽ 30th വീക്കെൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഫ്രൈഡേ സ്റ്റോക്ക് മാർക്കറ്റ് ലീവായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ക്യാൻഡിലാണിത്. അവിടെ EMA 20 എന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇത്തരത്തിൽ നിർണായകമായ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ഓഹരി MCX ആണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഏകദേശം 75,771 കോടി രൂപ വിപണി മൂല്യമുള്ള പ്രായോഗികമായ കടബാധ്യതകളില്ലാത്ത ഒരു പ്രമുഖ കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,120 രൂപയിൽ നിന്നും 2,986 രൂപ വരെ കുതിച്ചുയർന്ന ഓഹരി 3 വർഷത്തിനിടെ നിക്ഷേപകർക്ക് 121% എന്ന മികച്ച റിട്ടേൺ നൽകി. 42.9% ROCE, 34.3% ROE എന്നിവ കമ്പനിയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറയെയും മൂലധന വിനിയോഗത്തിലെ കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു. എന്നാൽ 80 ടൈംസ് എന്ന ഉയർന്ന PE റേഷ്യോ, ബുക്ക് വാല്യൂവിനേക്കാൾ 36 മടങ്ങ് കൂടുതലായ വിപണി വിലയും അഥവാ PB റേഷ്യോ എന്ന് പറയുന്ന 36.3 ടൈംസ് ആണ്. ഈ ഓഹരി നിലവിൽ വലിയ പ്രീമിയം വാല്യുവേഷനിലാണ് വ്യാപാരം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലാഭത്തിലും വിൽപ്പനയിലും ശരാശരി 20% മുകളിൽ സ്ഥിരതയാർന്ന വളർച്ച നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനി പൂർണ്ണമായും ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. കമ്പനിയുടെ ടെക്നിക്കൽസ് ഏതായാലും ശിവദേവ് വ്യക്തമാക്കും. MCX ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഏരിയ മുതൽ നമുക്കറിയാം വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒക്ടോബർ 9 മുതൽ തുടർച്ചയായിട്ട് ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. തുടർച്ചയായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് EMA 20 ഈ ഒരു സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. ഇവിടെ റെഡ് ലൈനാണ് EMA 20, ഏറ്റവും മുകളിലെ ലൈനാണ്. അവിടെ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് എപ്പോഴൊക്കെ ആ ഒരു മൂവിങ് ആവറേജിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ വർക്കായിട്ടുള്ളത്. അവിടെ നിന്ന് കൃത്യമായി സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡൊക്കെ ഉണ്ടായ സമയത്ത് EMA 20 ഗ്യാപ്പ് ഡൗണോടുകൂടിയാണ് ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്തത്. പക്ഷേ അതിന് താഴെയുള്ള EMA 50 സപ്പോർട്ട് കൊടുത്തതായിട്ട് കാണാം. ഇവിടെ 2 തവണ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ EMA 50 ഒരു സ്റ്റോക്കിൽ സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഡൗൺ ട്രെൻഡൊക്കെ ഉണ്ടായ സമയത്ത് EMA 20 50 ബ്രേക്ക് ചെയ്തു. പക്ഷേ അതിന് താഴെ EMA 100 സപ്പോർട്ട് കൊടുത്തു. ഈ ബ്ലൂ ലൈനാണ് EMA 100. അവിടെ അധികം നിന്നില്ല, പെട്ടെന്ന് തന്നെ EMA 50ക്കും 20ക്കും മുകളിലേക്ക് സ്റ്റോക്ക് തിരിച്ചു കയറി. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ മൂവിങ് ആവറേജിൻ്റെ ലെവൽസ് ഇത്തരത്തിൽ നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് EMA 20 ഇവിടെ കുറച്ച് EMA 20യിൽ നിന്ന് വിട്ടിട്ടാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ EMA 20 മുകളിലേക്ക് വരാം, അതേപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരാം, വീണ്ടും സപ്പോർട്ട് എടുക്കാം. ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. നിലവിൽ ഇവിടെ 2,985 രൂപയിലാണ് സ്റ്റോക്കിൽ ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ഒരു ക്യാൻഡിലെ ലോ തന്നെ 2,903 രൂപ റേഞ്ചിലാണ് സപ്പോർട്ടുള്ളത്. പിവറ്റ് ലെവൽ നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് സാധാരണ നോക്കാറുള്ളത്. ഇവിടെ നമുക്കറിയാം കൃത്യമായിട്ട് ഇവിടെ ഒരു പിവറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം
ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. NTPC, MCX എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. എന്തായാലും മറ്റു 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.